എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ നേഴ്സറികളിൽ നിന്ന് കൊണ്ടുവെക്കുന്ന ബഡ് റോസുകൾ ആദ്യമൊക്കെ പൂക്കൾ തരുമെങ്കിലും പിന്നീട് ഇത് മുരടിച്ചും പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ അത് നല്ല രീതിയിലുള്ള പരിചരണം അതിനാവശ്യമാണ്. നല്ല രീതിയിലുള്ള വളപ്രയോഗവും നല്ല രീതിയിലുള്ള കീടനാശിനി പ്രയോഗമൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി ഇതുപോലെ നല്ലവണ്ണം ഒരുപാട് മൊട്ടുകളും പൂക്കളും ഒക്കെ വന്ന് നിറയത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരുപാട് വളങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നും അതുപോലുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വളം ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. അതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ ത്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ കൊണ്ടുവന്ന മുരടിപ്പ് മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വേപ്പെണ്ണയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ കൊണ്ടുള്ള സൊല്യൂഷൻ നമുക്ക് ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ ഒന്നാണ് എക്സോഡസ്. അത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമുക്ക് മാക്സിമം 1.5 മില്ലി അല്ലെങ്കിൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളിൽ റോസാ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുരടിപ്പ് മാറി കിട്ടും. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ ഇടയ്ക്ക് 15 ദിവസം കൊണ്ട് മസ്റ്റായിട്ട് ഇതുപോലുള്ള രാസവളവും ജൈവവളവും ഒക്കെ മാറി മാറി കൊടുത്താലേ, അതുപോലെ തന്നെ മുരടിപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും തുടർച്ചയായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ക്രമേണ ആ ചെടി നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇന്ന് കാണിക്കുന്ന ഒരു വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ സോയാ ചങ്ക്സില്ലേ, മിക്കവാറും വീടുകളുണ്ടല്ലോ സോയാ ചങ്ക്സ്. അപ്പോൾ ഇത് ചാണകത്തിനെ വെല്ലും എന്ന് തന്നെ പറയാം. ചാണകത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ജൈവവളമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ചാണകപ്പൊടി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒരു കൈപ്പൊടി എടുത്തിട്ട് ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ലവണ്ണം ഇതുപോലെ പൊടിച്ച് പെട്ടെന്ന് തന്നെ അത് പൊടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. എപ്പോഴും എല്ലാവർക്കും ഒന്നും ചാണകപ്പൊടി ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത് ഉപയോഗിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്ത് അരി കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളമോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും ഒക്കെ ഈ ഒരു ചൂട് സമയത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ചെടികൾക്ക്. ഇപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല, അരി കഴുകിയ വെള്ളമാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ഉപയോഗിച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലാണ് നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നത് അരി കഴുകിയ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ ഒക്കെയാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാഡ് സ്മെല്ലും കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ ശർക്കര നല്ല മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കര പീസൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല രീതിയിലുള്ള ബാക്ടീരിയകൾ നമുക്ക് ഈ ഒരു വളത്തിനകത്ത് ഉണ്ടാകുന്നു. അപ്പോൾ അതുമൂലം നമ്മുടെ ചെടികൾ നല്ല വളർച്ച ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കാറ്റ് കയറാതെ ഇതുപോലൊരു പഴയ പാത്രങ്ങളോ നമ്മുടെ എന്താ പറയുക തൈര് ഡബ്ബ ഒക്കെ ഇല്ല വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതോ ഏതെങ്കിലും പാത്രമാകാം, അതിലേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 ദിവസം പുളിപ്പിച്ചെടുക്കാം. പുളിപ്പിച്ചെടുക്കുമ്പോഴാണ് നമുക്കിതിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്നത്. ഈ ഒരു ബാക്ടീരിയകൾ നമ്മുടെ ചെടികളിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നു. നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളർച്ചയെ സഹായിക്കുന്നു, ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്നു. അതുമൂലം ചെടികളിൽ ധാരാളം പുതിയ തളിർപ്പുകളും പൂമൊട്ടുകളും ഒക്കെ നിറയാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു വളമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതിലൊരു ബക്കറ്റിലോട്ടോ ഒരു ചെറിയ പാത്രത്തിലിട്ടോ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 ലിറ്റർ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് എത്രയോ ഉണ്ടാക്കുന്ന അതനുസരിച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് ഒരു 3 ലിറ്റർ വെള്ളം കൂടെ മതി. 3-2 ലിറ്റർ വെള്ളം മതി മാക്സിമം. അപ്പം ഞാനൊരു 2 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം ഒത്തിരി കൂടേണ്ട ആവശ്യമില്ല, കാരണം അധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വീതം നമ്മുടെ ചെടികളുടെ 1 കപ്പ് വീതം നമ്മുടെ റോസാ ചെടികൾക്കും ഏത് ചെടികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ചെടികളൊന്നുമില്ല, ഏത് ചെടികൾക്കും നമുക്ക് കൊടുക്കാം. നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഈ ഒരു ചൂടുള്ള സമയത്ത് കഞ്ഞിവെള്ളത്തിലും അരി കഴുകിയ വെള്ളത്തിലും ഒക്കെ നമുക്ക് പല വളങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പല പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന ചെടികളുടെ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പൂക്കൾ തരാനും പൂമൊട്ടുകളൊക്കെ വന്ന് നിറയാനും സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ എല്ലാ കമ്പിലും, അതായത് റോസയുടെ എല്ലാ കമ്പിലും പുതിയ തളിർപ്പുകളുണ്ടായും പുതിയ പൂമൊട്ടുകളൊക്കെ വന്ന് നിറയാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ.